സൂപ്പർ 8-ൽ നിന്നും സെമി ഫൈനലിലേക്ക് ഇംഗ്ലണ്ടിനൊപ്പം ആര് മാർച്ച് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ക്രൂഷ്യൽ മാച്ച്. അതുകൊണ്ട് തന്നെ ശ്രീലങ്ക പാകിസ്ഥാൻ മത്സരം ക്രിക്കറ്റ് പ്രേമികൾ ഏറെ കാത്തിരുന്ന സൂപ്പർ പോരാട്ടമായിരുന്നു. സെമിയിലേക്ക് മുന്നേറാൻ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാന് വേണ്ടത് 65 റൺസിന്റെ വിജയമായിരുന്നു. അതിൽ ഒരു റൺസിന്റെ മാറ്റമാണെങ്കിൽ പോലും പാകിസ്ഥാനെ മറികടന്ന് ന്യൂസിലാൻഡ് സെമി കടക്കും. ഈ ഇക്വേഷനുകളിൽ ഒന്നും ഇല്ലാതിരുന്ന ശ്രീലങ്കയാണ് എതിരാളികൾ എന്നതായിരുന്നു പാകിസ്ഥാന്റെ ആദ്യ ആശ്വാസം. കൂടെ മെല്ലെപ്പോക്കുമായി ബാക്കിയുള്ള താരങ്ങളുടെ കൂടി ആത്മവിശ്വാസം കളയുന്ന സൂപ്പർ താരം ബാബർ അസമിനെ പുറത്തിരുത്താനുള്ള ധീരമായ തീരുമാനത്തിൽ നിന്നും അവർ മത്സരം പാതി വിജയിക്കുകയും ചെയ്തിരുന്നു. പ്രതീക്ഷിച്ചതിലും അപ്പുറം മികച്ച തുടക്കമാണ് പാകിസ്ഥാന് കിട്ടിയതും. ടൂർണമെന്റിലുടനീളം എരിഞ്ഞു കത്തിയ സാഹിബ് സാദ ഫർഹാൻ ഒരു മാസ്മരിക ഇന്നിംഗ്സുമായി കളം നിറഞ്ഞപ്പോൾ കൂടെ ഓപ്പണിംഗ് ഇറങ്ങിയ ഫഖർ സമാനും പ്രതീക്ഷയ്ക്ക് മേലെ തകർത്തടിച്ചു. അങ്ങനെ ഒന്നാം വിക്കറ്റിൽ 15.5 ഓവറിൽ 11 റൺ റേറ്റിൽ 176 റൺസാണ് ഇരുവരും ചേർന്ന് നേടിയത്. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ടുകെട്ട് കൂടിയായിരുന്നു ഇത്. ലോകകപ്പ് ചരിത്രത്തിൽ ഒരു എഡിഷനിൽ 2 സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡ് കൂടി ചേർത്താണ് ഫർഹാൻ 60 പന്തിൽ 100 നേടിയത്. ഒരു സിംഗിൾ എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന 2016-ലെ വിരാട് കോഹ്ലിയുടെ റെക്കോർഡും 383 റൺസ് ചേർത്ത് ഫർഹാൻ തിരുത്തി. 18 സിക്സറുകൾ തൂക്കിപ്പറത്തി ഒരു എഡിഷനിലെ സിക്സർ എണ്ണത്തിലും താരം റെക്കോർഡിട്ടു. ഫഖർ സമാൻ 42 പന്തിൽ 84 റൺസാണ് നേടിയത്. പിന്നീട് വന്നവർക്കൊന്നും ഇരട്ടാക്കം തികക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ 20 ഓവർ പൂർത്തിയാകുമ്പോൾ 212 റൺസിന് 8 എന്ന നിലയിലാണ് പാകിസ്ഥാന്റെ ഇന്നിംഗ്സ് അവസാനിച്ചത്. 65 റൺസ് ജയത്തോടെ സെമിയിലെത്താൻ 147 റൺസിൽ ഒതുക്കണമായിരുന്നു ശ്രീലങ്കയെ പാകിസ്ഥാന്. രണ്ടാം ഓവറിൽ തന്നെ പാത്തും നിസംഗയെ മടക്കി നസീം ഷാ പാകിസ്ഥാന് പ്രതീക്ഷ നൽകി. എന്നാൽ നിഷാരയും അസലങ്കയും ചേർന്ന് ലങ്കൻ ഇന്നിംഗ്സിനെ പുനരുജ്ജീവിപ്പിച്ചു. രത്നായാഗയുടെ അർദ്ധ സെഞ്ചുറി കൂടി ആയതോടെ കളി മുറുകി. ഒടുവിൽ തുടർച്ചയായ വിക്കറ്റുകൾ വീഴ്ത്തി 12 ഓവർ ആയപ്പോഴേക്കും 101-ൽ 5 പ്രധാന വിക്കറ്റുകളും പാക് ബോളർമാർ പിഴുതു. അപ്രതീക്ഷിതമായ ലങ്കൻ തകർച്ചയിൽ ക്രിക്കറ്റ് സർക്കിളുകൾ മാച്ച് ഫിക്സിംഗ് ആരോപിച്ചു. എന്നാൽ സ്വന്തം മണ്ണിൽ സൂപ്പർ 8-ലെ ആദ്യ 2 മത്സരങ്ങളും തോറ്റ ലങ്കക്ക് അവരുടെ കാണികൾക്ക് മുന്നിൽ ഈ മത്സരം ജയിക്കേണ്ടത് പാകിസ്ഥാനേക്കാൾ അനിവാര്യമായിരുന്നുവെന്ന് പിന്നീടുള്ള ദുഷാന്ത് ശങ്കയുടെ ഒറ്റയാൾ പോരാട്ടം കാണിച്ചു തന്നു. വാലറ്റത്തെ കൂട്ടുപിടിച്ച് 31 പന്തിൽ 8 പടുകൂറ്റൻ സിക്സറുകളും 2 ഫോറുകളും അടക്കം 76 റൺസാണ് അവരുടെ നായകൻ നേടിയത്. ആ പോരാട്ട വീര്യത്തിൽ വെറും 15.5 ഓവറിൽ പാകിസ്ഥാന്റെ സെമി സ്വപ്നങ്ങളും ഒലിച്ചുപോയി. അവസാന 2 ഓവറിൽ മാത്രം നേടിയത് 40 റൺസ്. മിസ്റ്ററി സ്പിന്നർ ഉസ്മാൻ താരിഖിനും വയറു നിറച്ചു കിട്ടി. ലാസ്റ്റ് ഓവർ എറിയാൻ ഷഹീൻ ഷാ അഫ്രീദി എത്തുമ്പോൾ 28 റൺസായിരുന്നു ലങ്കക്ക് വിജയം തൊടാൻ വേണ്ടിയിരുന്നത്. 3 സിക്സറും 1 ഫോറും പറത്തിയെങ്കിലും അവസാന ബോൾ കൺവേർട്ട് ആക്കാനാകാതെ 5 റൺസ് അകലെ വീഴുകയായിരുന്നു. തോറ്റെങ്കിലും നിറഞ്ഞ കയ്യടികളോടെയാണ് പല്ലേങ്കലെ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ അവരുടെ കാണികൾ അവരെ സ്വീകരിച്ചത്. സെമി കടന്നില്ലെങ്കിൽ പോലും ഈ ഒരൊറ്റ മത്സരത്തിൽ ശ്രീലങ്കൻ ടീമിനെ ഈ ലോകകപ്പ് എഡിഷനിൽ ഓർത്തുവെക്കപ്പെടും.